മുടിയൊക്കെ വെട്ടി പുതിയ മാർക്കോയുടെ സ്റ്റൈലിലൊക്കെ വെട്ടിയിട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ വാർത്തയൊന്നും കാണാനില്ല ഒന്ന് റിയാക്ട് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗോപൻ, നെയ്യാറ്റിങ്കര മണിയൻ എന്ന ഗോപൻ എന്ന പിന്നീട് എല്ലാവരും അല്ല ചില മണ്ടന്മാര് സ്വാമി എന്നും വിളിക്കപ്പെട്ട ഗോപൻ സ്വാമി, കേരളത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരു സ്വാമി കൂടിയാണ് ഈ പറയുന്ന ഗോപൻ. അപ്പൊ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അറിഞ്ഞു. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം പുറത്തു വന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു. അതിനുശേഷം ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ഒരു സംഭവം അരങ്ങേറി. എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്ത് കയറി എന്ന് പറഞ്ഞിട്ടൊരു മണ്ടൻ അവിടെ കിടന്ന് 2-3 പേരുടെ വണ്ടികളൊക്കെ അടിച്ചു പൊട്ടിക്കുകയും അങ്ങനെ ഭയങ്കര പ്രശ്നമായ സമയത്ത് പോലീസ് എത്തി ഇയാളെ കൊണ്ടുപോയി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനെപ്പറ്റി അയാൾക്ക് വേറെ നേരത്തെ മുൻപുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരാളല്ല, നോർമൽ തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഗോപൻ സ്വാമി ശരീരത്ത് കയറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നമുക്ക് ചിന്തിക്കാം ഇനി എന്തൊക്കെ ഇതുപോലെ വരാനിരിക്കുന്നുണ്ടെന്നുള്ളത്. ഗോപൻ സ്വാമി ശരീരത്ത് കയറിയ ആള് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? അയാൾ വീണ്ടും ഇതൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഇത് ഗോപൻ സ്വാമിയുടെ സ്ഥലത്ത് തന്നെ, അതായത് ഈ പറയുന്ന ആറാലുമൂട് ഗോപനെ സമാധി ഇരുത്തി അല്ലെങ്കിൽ ഗോപനെ അടക്കിയ സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ അത് മാറും എന്ന് വെളിപാട് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അയാൾ അങ്ങ് ഇറങ്ങും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഗോപൻ സ്വാമി ദിവ്യനായിരുന്നു. യോ ഗോപായ നമ ഓം, ഗോപായ നമ ഓം, നമ ശിവായ ഓം, ഓം സമാധി 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 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ചെല്ലും. അപ്പൊ തള്ളയ്ക്കും മക്കൾക്കും നല്ലൊരു കച്ചവടം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചവട തന്ത്രം കൂടിയാണ് ഇതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതൊരു മണ്ടന്മാർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവരുടെ പ്രധാന ബിസിനസ് എന്ന് പറയുമ്പോൾ പൂജ ആയിരുന്നില്ല, പിന്നെ പശു ആയിരുന്നു എന്നൊക്കെയും അണ്ണനും മക്കളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ന്യൂസ് ആദ്യം കണ്ടു നോക്കാം. ഈ ആത്മാവ് ശരീരത്തിൽ കയറിയ ആളുടെ ന്യൂസ്. അരുൺ മോഹൻ, ഒരു കെട്ടുകഥയാണോ ഇത്? ഇയാൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിട്ടാണോ ഇതിനെ കാണേണ്ടത്, അതോ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ? ടോം, ഇത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത്. കാരണം ഒരു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ അനീഷ് എന്ന ചെമ്പരത്തിയുള്ള സ്വദേശി രാത്രി ആക്രമണം അഴിച്ചുവിട്ടത്. തുടർന്ന് സമീപത്തുള്ള 3 യുവാക്കളെ ഇയാൾ അകാരണമായി മർദ്ദിച്ചു. ഇവർക്ക് പരിക്ക് പറ്റിയിരുന്നു, കാര്യമില്ലാത്ത പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇവരുടെ വാഹനം അടിച്ചു തകർത്തു. തുടർന്ന് ഇയാൾ അക്രമാസക്തനായതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഇദ്ദേഹം അവിടെയും പരാക്രമങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തെ മാനസികാരോഗ്യത്തിൽ നല്ല കാരണക്കുറ്റി നോക്കി പുകച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവൊക്കെ തനിയെ അങ്ങ് പുറത്തു പോകും. ഇനി ഇതുപോലെ കുറെ അവന്മാർ ഇറങ്ങും. ആത്മാവ് കയറി ഉറക്കത്തില് ഗോപൻ സ്വാമി സ്വപ്നം കണ്ടു, ഗോപൻ സ്വാമിയുടെ അടുത്ത് പോകണം, എന്നാലേ ഇത് മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവന്മാർ ഇറങ്ങും. അപ്പൊ ഇതൊക്കെ ഈ മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ അതിനെ ന്യായീകരിക്കാനും കാണും. അവരുടെ കൂടെ തന്നെ കുറച്ച് മണ്ടന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് കുറെ നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും തള്ളാനെ പറഞ്ഞു അയാളെ തല്ലിക്കൊന്നുകൊണ്ടിരുത്തിയതാണെന്നുള്ള രീതിയിൽ അവർ തന്നെ പറഞ്ഞു. മക്കൾ കയറി പിടിക്കുന്നതുകൊണ്ട് അവരത് അധികമായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയും അമ്മയെ കളിയാക്കുന്നവരോട് ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് പറയാനുള്ളത് എന്താണെന്നോട് നമുക്കൊന്ന് കേട്ടു നോക്കാമേ. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഇതിന്റെ ഇടയിൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ ഒരു കമന്റ്സിനെ എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം. അതായത് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. പക്ഷെ ആ കളിയാക്കുന്നതിൽ കൂടെ ഇപ്പം ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ട് അവർ കാശുണ്ടാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞിട്ടോ? ആര് ഗോപൻ സ്വാമി? പ്രായം മൂലം അല്ലെങ്കിൽ അസുഖം മൂലം മരിച്ച ഒരുത്തനെ ഗോപൻ സ്വാമി നീയൊക്കെ പറയും. നമ്മളാരും പറയില്ല കേട്ടോ. നിങ്ങളാരും പറയുമോ? ആ കളിയാക്കലിൽ കൂടെ ഗോപൻ സ്വാമിയിൽ നിന്നാണ് അവർക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളൂ. അതിൽ നിന്ന് അവർ ഏതടേ ഇവൻ ഗോപൻ സ്വാമിയിൽ നിന്നാണ് പണം സമ്പാദിക്കാൻ പറ്റുന്നത്? കണ്ടന്റിൽ നിന്നാണ് പണം സമ്പാദിക്കാൻ പറ്റുന്നത്, അല്ലാതെ ഗോപൻ സ്വാമിയിൽ നിന്നൊന്നും അല്ല പണം സമ്പാദിക്കാൻ പറ്റുക. ഗോപൻ സ്വാമി ആര്? അവരും ജീവിക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ നാമം പറഞ്ഞ് അവരും ജീവിക്കുകയാണ്. അതാണ് ഈ കളിയാക്കുന്നതിന്റെ പ്രത്യേകത. അവർക്ക് കളിയാക്കുന്നത് വരെ അറിയാവും. അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്വാമിയുടെ നാമം പറഞ്ഞല്ല ജീവിക്കുന്നത്. മണിയൻ എന്ന ഗോപൻ എങ്ങനെ ഗോപൻ സ്വാമി ആയെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. ആ ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആരാധനയും ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ അവരുടെ അച്ഛനും അവരെ മഹാഭാഗ്യം കിട്ടിയിട്ടില്ല. പാവം. അവരെ പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാര്, ആചാര്യ ഗുരുക്കന്മാര് അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവർക്ക് ആ കളിയാക്കുന്നത് വരെയുള്ള അറിവേ അവർക്ക് സമ്പാദിച്ചിട്ടുള്ളൂ അവര്. പക്ഷെ അവര് എന്നിട്ടും ആ ഗോപൻ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ഇയാൾ മരിച്ചതെന്നുള്ളത്. എന്നിട്ട് ഇവരുടെ മക്കൾക്കും അമ്മയ്ക്കും ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിലാവാതെ മണ്ടന്മാരെ പോലെ അഭിനയിക്കുകയാണോ ദൈവമേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഒരാൾ പ്രായം മൂലം അല്ലെങ്കിൽ ഒരാളുടെ അസുഖബാധിതനായി മരിച്ചു കഴിഞ്ഞാൽ അതിലെന്താ മനസ്സിലാക്കാൻ കൂടുതലായിട്ടുള്ളത്? അത് അധ്യാപകർ പറഞ്ഞു തരണം, അച്ഛൻ പറഞ്ഞു തരണം, ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് ഇരുത്തിയിട്ട് അതിന്റെ പുറത്തൊരു ശിവലിംഗം വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവമൊന്നും ആവത്തില്ല. അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികളടക്കം എല്ലാവർക്കും അറിയാം. അതിന് ഇനി അണ്ണന്റെ ഒരു പ്രസ്താവന കൂടി വേണ്ട. സ്വാമിയുടെ നാമം പറഞ്ഞാലാണ് അവർ വീണ്ടും കാശുണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരു കേസ് ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സംഭവം അല്ല കിട്ടിയിട്ടില്ല, അതിനോട് നമ്മൾ പോയിട്ടില്ല. കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മൾ പിന്നെ പോയിട്ടില്ല. അവര് പോയാൽ തീർച്ചയായിട്ടും കിട്ടേണ്ട കാര്യം ഇപ്പൊ പോയിട്ടില്ലെന്ന് മൂഞ്ചി ഇതിനായിട്ട് പോയിട്ട് അവർ തരാൻ പറ്റില്ല എന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടില്ല. ഇവനൊക്കെ എന്താണ് ഇവനൊക്കെ പറയുന്നത്? കിട്ടിയിട്ടില്ല എന്നുള്ള നമ്മൾ പിന്നെ പോയിട്ടില്ല. ആദ്യം പോയി അവര് പോയാൽ തീർച്ചയായിട്ടും കിട്ടേണ്ട കാര്യം ഇപ്പൊ ഡെത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പോ ഏതെങ്കിലും തരം സംശയമുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഡെത്ത് സംഭവിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് അവരെ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചുള്ള സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കുന്നത്. അപ്പൊ അവര് പോയ സൗകര്യം കൊടുക്കേണ്ടതാണ്, അവർക്കത് കിട്ടും. ഇതിന് ശേഷം ഈ സമാധിയൊക്കെ വന്നതിന് ശേഷം ആരുടെ പുതിയൊരു പടത്തലവൻ അണ്ണാ കാണാം കേട്ടാ ഇത് കിട്ടുന്നത്. ഇനി പുറമേ ഉള്ള ആൾക്കാർ എങ്ങനെ വരുമായിരുന്നു? അപ്പൊ നാട്ടുകാർ അതിനുശേഷം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതിനെ കുറിച്ച് വരും. അതായത് അറിഞ്ഞ് വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ മഹാക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും. ഉത്സവം എന്തോ നടത്തുക. വിശ്വാസികൾ എന്തായാലും വരും. അത് നല്ല വിശ്വാസികളല്ല, അന്ധവിശ്വാസികൾ, മണ്ടന്മാരായിട്ടുള്ള വിശ്വാസികൾ. നല്ലവരെ നോക്കണ്ട, മനെ വരില്ല എന്നുള്ളൊരു വാർത്ത ഇതേപോലെ കണ്ടായിരുന്നു. ഉത്സവമല്ല, ഈ ക്ഷേത്രത്തിലേക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് ശുദ്ധികലശങ്ങളും ചെയ്ത് നിത്യപൂജയ്ക്കായി ക്ഷേത്രം നടത്തുന്നതായിരിക്കും ശിവരാത്രിയോടനുബന്ധിച്ച്. അതുപോലെ തന്നെ ഈ ഇവിടത്തെ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം കൊണ്ടുവന്നതോടെ രാസപരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ അണ്ണനൊന്നും അതിനൊന്നും സമയം കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ജയിലിൽ പോയി കമ്പി എണ്ണാനും ഉണ്ടതിനാനും ഒക്കെ സമയം കാണുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മക്കളുടെ ഈ പ്രസ്താവനകളൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു സംസാരം. ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സാമാന്യം തലയിൽ ആൾതാമസം ഉള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ.